കഥ. ഫിൽറ്ററിലെ ചിരിയും ഷോക്കേസിലെ പാത്രങ്ങളും. ഒരാധുനിക ജീവിത കഥ. നമ്മളിൽ പലരും ജീവിക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണോ, അതോ നാളത്തെ ഏതോ വലിയ വിരുന്നുകാരന് വേണ്ടിയോ, അല്ലെങ്കിൽ വാട്സാപ്പ് സ്റ്റാറ്റസിൽ കാണുന്ന നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടിയോ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം സന്തോഷം അഭിനയിക്കുന്ന ഡിജിറ്റൽ ലോകത്തെ ആധുനിക മനുഷ്യരുടെ കഥയാണിത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ക്യാമറയ്ക്ക് മുന്നിലെ വ്യാജമായ ചിരിയുടെയും വീടുകളിൽ പൊടിപിടിച്ചിരിക്കുന്ന ഷോക്കേസിലെ പാത്രങ്ങളുടെയും ഒരു രസകരമായ കഥയാണ്. ഇതാണ് രാഹുലും അഞ്ജലിയും. രാഹുലിന്റെ തറവാട്ട് വീട്ടിലേക്ക് പോവുകയാണവർ. യാത്ര തുടങ്ങിയത് തന്നെ വലിയൊരു വഴക്കിലായിരുന്നു. പരസ്പരം പഴിചാരിയും ദേഷ്യപ്പെട്ടും തുടങ്ങിയ ആ യാത്ര പതിയെ നിശബ്ദതയിലേക്ക് വഴിമാറി. കാറിനുള്ളിൽ പരസ്പരം ഒരക്ഷരം മിണ്ടാതെ അവർ ആ യാത്ര തുടർന്നു. ഇത് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഉണ്ടായിരുന്നിട്ടും രണ്ടുപേരും മുഖം വെട്ടിച്ചു മാറ്റിയിരിക്കുന്നു. അങ്ങനെ വഴക്കുകൾക്കും തർക്കങ്ങൾക്കുമൊടുവിൽ അവർ വീട്ടുമുറ്റത്തെത്തി. എങ്കിലും രണ്ടുപേരുടെയും മുഖത്ത് 10 കിലോയുടെ ഗൗരവമുണ്ടായിരുന്നു. പരസ്പരം മുഖത്തുപോലും നോക്കാതെയാണ് അവർ കാറിൽ നിന്നിറങ്ങിയത്. മുറ്റത്തേക്ക് കാലെടുത്തു വെച്ചപ്പോഴാണ് അഞ്ജലിക്ക് ആ വലിയ സത്യം ഓർമ്മ വന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. വാട്സാപ്പിൽ വീക്കെൻഡ് വൈബ് എന്ന പേരിൽ ഒരു സ്റ്റാറ്റസ് ഇടാൻ ഒരൊറ്റ ഫോട്ടോ പോലും ഇതുവരെ എടുത്തില്ലല്ലോ എന്നവൾ ഓർത്തു. അഞ്ജലി ഫോണിന്റെ മുൻവശത്തെ ക്യാമറ ഓൺ ചെയ്തു. സ്ക്രീനിൽ സ്വന്തം മുഖം നോക്കി അവളൊന്ന് ഒരുങ്ങി. ക്യാമറ ഓണായതും അവിടെ വലിയൊരു അത്ഭുതം സംഭവിച്ചു. അതുവരെ മുഖം തിരിച്ചു നിന്ന രാഹുൽ ക്യാമറ കണ്ടതും പെട്ടെന്ന് അഞ്ജലിയുടെ അടുത്തേക്ക് വന്നു. ഫ്രെയിം കൃത്യമാകാൻ അവൻ വളരെ സ്നേഹത്തോടെ അവളുടെ തോളിൽ കൈയിട്ടു. ക്യാമറ സ്ക്രീനിൽ മുഖം തെളിഞ്ഞ നിമിഷം ലോകത്തെ ഏറ്റവും സന്തുഷ്ടരായ ദമ്പതികളായി അവർ മാറി. 100 വാൾട്ടിന്റെ ബൾബ് കത്തിയതുപോലൊരു ചിരി അവർ മുഖത്ത് ഫിറ്റ് ചെയ്തു. ക്ലിക്ക് ക്ലിക്ക്. ക്യാമറ ഓഫായതും ആ ചിരിയുടെ സ്വിച്ചും ഓഫായി. അടുത്ത സെക്കൻഡിൽ രാഹുൽ കൈ പിൻവലിച്ചു. രണ്ടുപേരും വീണ്ടും പഴയ ദേഷ്യത്തിലേക്ക് മടങ്ങി ഉമ്മറത്തേക്ക് നടന്നു. മകനെയും മരുമകളെയും കണ്ട് അമ്മ കമല വലിയ സന്തോഷത്തോടെ ഉമ്മറത്തേക്ക് ഓടി വന്നു. വിശേഷങ്ങൾ പറഞ്ഞ് അവർ വീടിന്റെ ഹാളിലിരുന്നു. യാത്രയുടെ ക്ഷീണം മാറ്റാൻ കമല അവർക്ക് ചായ കൊടുത്തു. അവരുടെ സംസാരത്തിനിടയിലാണ് ഹാളിലെ ആ വലിയ VIP നമ്മെ നോക്കി ചിരിക്കുന്നത്. വീടിന്റെ അഭിമാനമായ ആ ഗ്ലാസ് ഷോക്കേസ്. അതിനുള്ളിൽ സ്വർണ്ണക്കരയുള്ള വെളുത്ത പ്ലേറ്റുകൾ സുഖമായി AC-യിലിരിക്കുന്നത് പോലെ ഇരിപ്പുണ്ട്. ഈ പാത്രങ്ങളുടെ കാവൽക്കാരി അമ്മ കമലയായിരുന്നു. വലിയ വലിയ മന്ത്രിമാരോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റോ എങ്ങാനും വന്നാൽ മാത്രം എടുക്കാൻ വേണ്ടി വർഷങ്ങളായി മാറ്റിവെച്ചിരുന്ന പാത്രങ്ങളായിരുന്നു അവ. അതൊരു പ്രദർശന വസ്തുവാണ്. അതിലാർക്കും തൊടാൻ അവകാശമില്ല. സംസാരമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയമായി. അഞ്ജലിയും രാഹുലും ഊൺമേശയ്ക്ക് ചുറ്റുമിരുന്നു. ഷോക്കേസിൽ ആ ഡിന്നർ സെറ്റുകൾ വിശ്രമിക്കുമ്പോൾ കമല ഉണ്ണാനും വിളമ്പാനും എടുത്തത് അടുക്കളയിലെ ആ പഴയ പടയാളികളെയായിരുന്നു. വർഷങ്ങളായി ആ വീട്ടിലെ എല്ലാവരുടെയും വിശപ്പടക്കുന്ന വക്ക് പൊട്ടിയ പഴയ സ്റ്റീൽ പാത്രങ്ങൾ. അതിലൊരു പാത്രത്തിന് പണ്ട് രാഹുലിന്റെ അച്ഛൻ അബദ്ധത്തിൽ താഴെയിട്ടപ്പോൾ കിട്ടിയ ഒരു വലിയ ചതവുണ്ട്. മീൻകറി ഒഴിക്കുമ്പോൾ ആ ചതവിലൂടെ അത് സൈഡിലേക്ക് ചരിഞ്ഞൊലിക്കും. സ്റ്റീൽ പാത്രം കണ്ടതും അഞ്ജലിയുടെ കിളി പോയി. അവൾക്ക് ഉച്ചയൂണിന്റെ ഒരു ഫോട്ടോ വാട്സപ്പിൽ ഇടണമായിരുന്നു. പക്ഷേ ഈ ചതഞ്ഞ സ്റ്റീൽ പാത്രത്തിന്റെ ഫോട്ടോ ഇട്ടാൽ തന്റെ സ്റ്റാറ്റസ് ഇടിഞ്ഞു പോകില്ലേ എന്നവൾക്ക് പേടിയായി. മരുമകൾ മെല്ലെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ആ ഷോക്കേസിലെ സെറാമിക് പ്ലേറ്റ് ഒന്ന് എടുക്കാമോ? അതൊരു 1.5 ഡിന്നർ സെറ്റാണല്ലോ. ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് വേഗം തിരികെ വെക്കാം. ഫോട്ടോക്ക് വേണ്ടിയാണെന്നറിഞ്ഞപ്പോൾ അമ്മക്കും സമ്മതമായി. അമ്മ സ്വന്തം മടിശീലയിൽ നിന്നും ആ താക്കോലെടുത്തു. റിസർവ് ബാങ്കിന്റെ ലോക്കൽ തുറക്കുന്നത് പോലെ അവർ വളരെ സൂക്ഷ്മതയോടെ ആ ഷോക്കേസ് തുറന്നു. വർഷങ്ങളുടെ പൊടിയകറ്റാൻ അമ്മ ആ പാത്രങ്ങളെ തുണി കൊണ്ട് തുടച്ചു മിനുക്കി. ഒരു കുഞ്ഞിനെ എടുക്കുന്നത് പോലെയാണ് ആ സ്വർണ്ണക്കരയുള്ള പ്ലേറ്റുകൾ അമ്മ ടേബിളിൽ കൊണ്ടുവന്നു വെച്ചത്. അങ്ങനെ സ്റ്റീൽ പാത്രങ്ങൾ വഴിമാറി ആ സെറാമിക് പ്ലേറ്റുകളിൽ ചോറും കറികളും വലിയ വലിയ ഹോട്ടലിലെ പോലെ അലങ്കരിച്ചു വെച്ചു. കാണാൻ വല്ലാത്തൊരു ഭംഗി.
ഫാമിലി ഫോട്ടോക്ക് റെഡി. അഞ്ജലി ക്യാമറ ഓൺ ചെയ്തു. ഉടനെ തന്നെ രാഹുൽ വീണ്ടും ഒരു 100 വാട്ടിന്റെ ചിരി മുഖത്ത് ഫിറ്റ് ചെയ്തു. അമ്മയും അച്ഛനും ക്യാമറ നോക്കി വലിയ സന്തോഷത്തോടെ നിന്നു. ഫോട്ടോ എടുത്തയുടനെ അഞ്ജലി അതിൽ ഒരു വിന്റേജ് ഫിൽറ്റർ ഇട്ടു. താഴെ വലിയൊരു ക്യാപ്ഷനും, ഭർത്തൃ വീട്ടിലെ രാജകീയ വിരുന്ന്, #ഫാമിലി വൈബ്സ്. അങ്ങനെ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത തികച്ചും വ്യാജമായ ആ സന്തോഷം ഡിജിറ്റൽ ലോകത്തേക്ക് അപ്ലോഡ് ചെയ്യപ്പെട്ടു. ഫോട്ടോ പോയതും അഞ്ജലി പറഞ്ഞു, അമ്മേ, ആ പ്ലേറ്റുകൾ എടുത്തോ, അതിൽ നിന്ന് കഴിച്ചാൽ ചിലപ്പോൾ വീണു പൊട്ടും, നമുക്ക് ഇതിൽ നിന്ന് കഴിക്കാം. അമ്മയ്ക്കും അതുതന്നെയായിരുന്നു ആഗ്രഹം. ഒരു ഫോട്ടോക്ക് വേണ്ടി മാത്രം പുറത്തു വന്ന ആ VIP പാത്രങ്ങൾ വീണ്ടും ഷോക്കേസിലെ ജയിലിലേക്ക് തന്നെ പോയി. പരിക്കേറ്റ ആ സ്റ്റീൽ പാത്രത്തിൽ അവർ വീണ്ടും ഊണ് കഴിക്കാൻ തുടങ്ങി. സ്റ്റീൽ പാത്രത്തിൽ ചോറുണ്ണുമ്പോൾ അഞ്ജലി തന്റെ രാജകീയ വിരുന്നിന്റെ ഫോട്ടോക്ക് വരുന്ന ലൈക്കുകൾ എണ്ണുകയായിരുന്നു. അതേസമയം കാറിലെ വഴക്കിന്റെ ബാക്കിയായി രാഹുൽ വീണ്ടും അവളോട് ചൂടായിക്കൊണ്ടിരുന്നു. ഇതൊക്കെ കണ്ട് ഒരക്ഷരം മിണ്ടാതെ ആ ടേബിളിന്റെ ഒരറ്റത്ത് അച്ഛൻ വിജയൻ ഇരിപ്പുണ്ടായിരുന്നു. ഈ ഡിജിറ്റൽ ലോകത്തെ നാടകങ്ങൾ കണ്ട് അദ്ദേഹത്തിന് വല്ലാത്തൊരു ചിരി വന്നു. പെട്ടെന്ന് അച്ഛൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. അദ്ദേഹം മകനെയും മരുമകളെയും മാറി മാറി നോക്കി ചോദിച്ചു, നിങ്ങൾക്കൊന്നും ഒരു നാണവുമില്ലേ കുട്ടികളെ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ കാറിനു പുറത്തും ഈ ഡൈനിങ് ടേബിളിലും മനോഹരമായി ചിരിക്കുന്നു. വാട്സാപ്പുകാർക്ക് കാണാൻ വേണ്ടി ഏറ്റവും നല്ല പാത്രത്തിൽ ഭക്ഷണം വിളമ്പുന്നു. പക്ഷേ ജീവിതം ജീവിച്ചു തീർക്കുന്നത് മുഴുവൻ പഴയ സ്റ്റീൽ പാത്രത്തിലും ദേഷ്യത്തിലുമാണ്. ആർക്ക് വേണ്ടിയാണിതൊക്കെ? അച്ഛൻ വിജയൻ നേരെ ഷോക്കേസിനടുത്തേക്ക് നടന്നു. അമ്മയുടെ വിലക്കുകളെ വകവെക്കാതെ അദ്ദേഹം ആ സ്വർണ്ണക്കരയുള്ള പ്ലേറ്റുകൾ പുറത്തെടുത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ചു. ക്യാമറയ്ക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം നല്ല പാത്രത്തിലേക്ക് നല്ല ചൂടുള്ള ഭക്ഷണം വിളമ്പിക്കൊടുത്തു. അന്ന് ആ ഡൈനിങ് ടേബിളിൽ ഫിൽറ്ററുകളില്ലാത്ത ഒരു യഥാർത്ഥ ചിരിയുണ്ടായിരുന്നു. ഫിൽറ്ററുകളുടെ മുഖം മൂടിയില്ലാത്ത, ഷോക്കേസിലെ ചില്ലുകൂട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത യാഥാർത്ഥ്യങ്ങളുടെയും സ്നേഹത്തിൻ്റെയും ഒരു നല്ല നാളെ നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്റ്റോറി വിത്ത് us ബൈ മുഹഷിറ.